ന്യൂസ് അവറിലേക്ക് വിശദമായി. പാൻ മസാല, ഗുഡ്ക എന്നിവ സംസ്ഥാനത്ത് നിരോധിച്ചു. നിരോധനം ലംഘിച്ച് ഇവ വിൽക്കുന്നവർക്ക് 6 വർഷം വരെ തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും ഈടാക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്താണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 400 മീറ്റർ ദൂരപരിധിയിൽ പാൻ മസാലയും ഗുഡ്കയും നേരത്തെ നിരോധിച്ചിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ ഇത് നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. പുകയിലെയും നിക്കോട്ടിനും ചേർന്ന ഗുഡ്കയുടെയും പാൻ മസാലയുടെയും നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന എന്നിവയാണ് നിരോധിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം ശരാശരി 15 കോടി രൂപയാണ് ഇതിൽ നിന്ന് വരുമാനം. പക്ഷേ ഇതിൽ നിന്നുള്ള വരുമാനം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. നിലവിൽ മധ്യപ്രദേശിൽ മാത്രമാണ് പാൻ ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനമുള്ളത്. നിരോധനം നടപ്പിലാക്കാനായി എല്ലാ ജില്ലകളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തിരുവനന്തപുരത്തെ അച്യുതമേനോൻ സെന്ററിന്റെ വകുപ്പ് മേധാവി കൂടിയായ KR തങ്കപ്പൻ, വ്യാപാര വ്യവസായിയുടെ പ്രതിനിധിയായ ഇബ്രാഹിം, ആരോഗ്യമന്ത്രി VS ശിവകുമാറിനെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. KR തങ്കപ്പൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, ഗുഡ്കയും പാൻ മസാലയുമാണ് നിരോധിച്ചിരിക്കുന്നത്. അത് പല ബ്രാൻഡുകളിലായിട്ട് പാക്കറ്റുകളിൽ ഈ പെട്ടിക്കടകളിലൊക്കെ വിൽക്കുന്ന ഈ സാധനം മാത്രമാണോ, അതല്ല ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടോ? എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും, അതായത് പുകവലി അല്ലാത്ത എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിനകത്ത് വരുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ 2 ആയിട്ടാണ് പുകയില ഉൽപ്പന്നങ്ങൾ നമ്മൾ തിരിക്കുന്നത്. അതായത് സ്മോക്കിംഗ് ടുബാക്കോ, സ്മോക്ക്ലെസ് ടുബാക്കോ. ഈ സ്മോക്ക്ലെസ് ടുബാക്കോ എന്ന് പറയുന്ന വകുപ്പിൽ ഇതെല്ലാം പെടും. അതുകൊണ്ട് ഇപ്പോൾ നിരോധിച്ചതിനകത്ത് ഈ പറയുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും, അതായത് പല പേരുകളിൽ അറിയപ്പെടുന്ന പാൻ മസാലയുണ്ട്, ഗുഡ്കയുണ്ട്, ഖൈനിയുണ്ട്, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിനകത്ത് പെടുന്നതാണ്. ഈ വടക്കേ ഇന്ത്യൻ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പുതിയ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇറങ്ങിയ സാധനങ്ങളാണ് ഈ വിപണിയെ കീഴടക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ. പക്ഷെ അതോടൊപ്പം നാടൻ പുകയില, ചവയ്ക്കുന്ന നാടൻ പുകയിലയും അങ്ങനെയാണെങ്കിൽ ഈ നിരോധനത്തിൻ്റെ പരിധിയിൽ വരുമോ? തീർച്ചയായിട്ടും വരണം. അതുകൊണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ. കാരണം ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളായാലും അത് ആരോഗ്യത്തിന് വളരെയേറെ ഹാനികരമാണെന്ന് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത് മാതിരി വടക്കേ ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഏകദേശം 80% ആളുകൾ ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അവർക്കിതില്ല, നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി ഈ പുകയില ഉൽപ്പന്നങ്ങൾ, ഇത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കേരളത്തിൽ വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ 10%-ലധികം പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ്, ഈ നിരോധനം നടപ്പാക്കുന്ന രീതി. തൊട്ടു മുമ്പ് സ്കൂളുകളുടെ പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചെങ്കിലും ഫലപ്രദമായിട്ട് നടപ്പാക്കിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഫലപ്രദമായി ഈ നിരോധനം നടപ്പാക്കാനുള്ള സംവിധാനവും ഇതിനോടൊപ്പം ഉണ്ടാകുമോ സംസ്ഥാനത്ത്? ഉണ്ടാകേണ്ടതാണ് തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് ഇത് നിരോധനം ആവശ്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഉദാഹരണത്തിന് ഒരു പോളിസി, ഒരു ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോളിസിയാണ്. അത്തരത്തിലുള്ളൊരു പോളിസി, ഉദാഹരണത്തിന് ടാക്സേഷൻ, ടുബാക്കോയുടെ കാര്യത്തിൽ ടാക്സേഷൻ, അതിന് 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒന്നിൽ ട്രിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ട്രിപ്പിൾ ദ ടാക്സേഷൻ യു ഹാവ് ദ ഡബിൾ ദ ബെനിഫിറ്റ് ഫോർ ദ ഗവൺമെൻറ്. അതായത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ 2 ആയിട്ട് കൂടും, ഡബിൾ. അറ്റ് ദ സെയിം ടൈം പകുതിയായിട്ട് കൺസംഷൻ കുറയുന്നു. അതുകൊണ്ടാണ് ട്രിപ്പിൾ, ഡബിൾ, ഹാഫ് എന്നുള്ള പോളിസി അത് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടാക്സേഷൻ്റെ കാര്യത്തിൽ മാത്രം. അതുപോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. അത് വളരെ അത്യാവശ്യമായിട്ട് നടപ്പാക്കേണ്ടതാണ്. അതിനിപ്പോൾ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സ്കൂളിൻ്റെ ഈ 100 യാർഡ് അല്ലെങ്കിൽ 100 മീറ്ററിനുള്ളിൽ നിരോധനം നടപ്പാക്കണമെങ്കിൽ പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ, അതിൽ സ്കൂളുകൾ, അധ്യാപകർ, ഇങ്ങനെയുള്ള എല്ലാവരും കൂടി വിചാരിച്ചാൽ മാത്രമേ നടപ്പാക്കുകയുള്ളൂ. അത് തീർച്ചയായിട്ടും നടപ്പാക്കേണ്ടതാണ്. നടപ്പാക്കാൻ ഒരു പ്രചോദനമായിട്ട് ഇത്തരം നിയമങ്ങളും അതുപോലെ തന്നെ ഇത്തരം പോളിസി തീർച്ചയായിട്ടും സഹായിക്കും. അടിസ്ഥാനപരമായിട്ട് ഇതിനൊരു നയം വേണം. നിരോധനം വേണമെങ്കിൽ തന്നെ ഈ നിരോധനം എൻഫോഴ്സ്മെന്റ് വേണമെങ്കിൽ തന്നെ നിരോധനം നടപ്പാക്കിയേ പറ്റും. അതൊക്കെ ശരിയാ. പക്ഷേ ഇത് ഉറപ്പുവരുത്താനുള്ള മെഷീനറി ആരാണ്? ആരോഗ്യവകുപ്പാണോ, പോലീസാണോ,
ആരാണിത് ഉറപ്പാക്കുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീണ്ടും ഇതൊരാൾ വെച്ച് വിതരണം ചെയ്താൽ ആരായിരിക്കും ഇവരെ വിലക്കുക? ആരാണ് ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക? അല്ല, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കൂടുതലായിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്ത് അതിന് കൂടുതലായിട്ട് റൂൾസ് ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ആദ്യപടി എന്നുള്ളതിൽ ഒരു നിയമം ഉണ്ടായാലല്ലേ നമുക്ക് നടപ്പാക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് സ്മോക്കിംഗ് ബാനിൻ്റെ കാര്യത്തിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ ഒരൊറ്റ ഡിസ്ട്രിക്റ്റ് ഒരു കൊല്ലം കൊണ്ട് 50,000-ൽ പരം രൂപ അവർ ഈ ഫൈൻ വഴി മാത്രം കളക്ട് ചെയ്തു. അതായത് 200 രൂപയാണ് ഫൈൻ. ആ ഫൈൻ വഴി മാത്രം തമിഴ്നാട്ടിൽ ഒരു ജില്ല കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത പൈസയിൽ ഒരു നല്ല ശതമാനം ആരോഗ്യവകുപ്പിന് വേണ്ടി അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത്തരം നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഞാൻ തിരിച്ചു വരാം. വ്യാപാരി വ്യവസായികൾക്ക് ഒരു പക്ഷേ ഈ കാര്യത്തിൽ ചെറിയ വിയോജിപ്പോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത. ശ്രീ ഇബ്രാഹിം, ഈ നിരോധനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? 5 ലക്ഷം രൂപ വരെ പിഴയും 6 വർഷം തടവുമാണ് ഈ നിരോധനം ലംഘിച്ചുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ, അതും നാടൻ പുകയില അടക്കം. പോയല്ലോ. ശ്രീ ഇബ്രാഹിം, ചോദ്യം കേൾക്കാമെങ്കിൽ. ശ്രീ ഇബ്രാഹിം, ഈ നിരോധനം നടപ്പാക്കുന്നതിനോട് വ്യാപാരി വ്യവസായികളുടെ അഭിപ്രായം എന്താണ്? 6 വർഷം തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇത് ലംഘിച്ച് ഈ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ. ഇത് ഗവൺമെൻറ്റിനുള്ള അധികാരം ഉപയോഗിച്ച് നിരോധിക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. കാരണം ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഞങ്ങളിതിനെ എതിർക്കുന്നില്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യം ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവകാശം ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഉൽപ്പന്നവും ബഹിഷ്കരിക്കാനുള്ള അവകാശമില്ല. MRTP ആക്ട് അനുസരിച്ച് ബഹിഷ്കരിക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് മുമ്പ് സ്കൂളുകൾക്ക് പരിസരത്ത് നിന്ന് 90 മീറ്ററാണ്, 100 വാരയാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി വിധി. 90 മീറ്ററിനുള്ളിൽ വിൽക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത് കർശനമായി പരിശോധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനും സ്കൂൾ അധികൃതരുക. പക്ഷെ അവർക്ക് ഇതിനൊന്നും നേരമില്ല. അവിടെ സ്കൂളുകളിൽ ഇപ്പോൾ കച്ചവടമാണ്. അവിടെ പുസ്തകവും മറ്റു യൂണിഫോമും കൊടയും മറ്റു പഠനോപകരണങ്ങളും മുഴുവൻ വിൽപ്പനയാണ്. അവർക്ക് ഇതൊന്നും നേരെയില്ല. ശ്രീ ഇബ്രാഹിം, അത് ശരിയാണ്. പക്ഷേ വ്യാപാരികൾ എന്ന് പറയുന്നവരും സമൂഹത്തിന്റെ ഭാഗമാണ്. അവർക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഉദാഹരണത്തിന് അവരുടെ പ്രധാനപ്പെട്ട കച്ചവടത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇതൊരു സാമൂഹ്യ വിപത്താണെങ്കിൽ ഇതിന്റെ വിൽപ്പന വേണ്ടെന്ന് വെക്കാം. അതിനൊരു നിരോധനം വരെ കാത്തു നിൽക്കുകയോ അല്ലെങ്കിൽ അതിന് ഇടപെടേണ്ടവരെ പഴിചാരുകയോ വേണമെന്നുണ്ടോ? അല്ല, അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ ആഗ്രഹിക്കുന്നവരാ. കച്ചവടക്കാരെ സംബന്ധിച്ചോളം ഈ ഉൽപ്പന്നം വാങ്ങാൻ പാടില്ല, വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഞങ്ങൾ വിറ്റില്ലെങ്കിൽ, ഞങ്ങൾ വാങ്ങിയില്ലെങ്കിലും വിറ്റില്ലെങ്കിലും ഇവിടെ വിൽക്കാൻ ആളുണ്ട്. ഇപ്പോൾ 15 കോടി രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത് വർഷം. 15 കോടിയൊന്നുമല്ല, ഇവിടെ ഒരു 19 കോടി രൂപ മിനിമം ഈ കാര്യത്തിൽ ഗവൺമെൻറ് കിട്ടും. കാരണം കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ഭരണാധികാരികൾക്കും അറിയാം, ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഇത് ലോറികളിലും മറ്റു വണ്ടികളിലും ഒക്കെ ആയിട്ട് ഇവിടെ നേരിട്ട് വരുന്നതിൻ്റെ ഒരു 10 ഇരട്ടി സ്റ്റോക്ക് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അത് അവിടെയല്ല നിരോധിക്കേണ്ടത്. അവിടെ അതിനൊന്നും നടപടികൾ ഇല്ല. ശ്രീ ഇബ്രാഹിം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ നേരിട്ട് നികുതിയൊക്കെ അടച്ചു വരുന്ന വിപണി എന്ന് പറയുന്നത് വിൽപ്പന നടത്തുന്ന അളവിൻ്റെ വളരെ തുലവും കുറവാണ് എന്ന് പറയാറുണ്ട്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്നതോ യഥാർത്ഥ ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങളൊക്കെ ഒരുപാട് വിപണിയിൽ എത്തുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് ഈ സർക്കാർ നിരോധിച്ച് കഴിഞ്ഞാൽ പോലും മറ്റ് ബദൽ മാർഗത്തിലൂടെയോ പിൻവാതിലൂടെയോ വീണ്ടും ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ടോ? എത്രമാത്രം ഫലപ്രദമായിട്ട് സർക്കാരിന് ഈ നിരോധനം നടപ്പാക്കാൻ കഴിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? സർക്കാർ ഇതിനകത്ത് ഒരു നിലപാട് സ്വീകരിച്ചാൽ, ഇത് അവരുടെ പോളിസി നടപ്പിലാക്കാൻ ആഗ്രഹിച്ചാൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. അതല്ലാതെ ഇത് വെറുതെ പത്രത്തിൽ കൂടിയും മാധ്യമത്തിൽ കൂടിയും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഹോൾസെയിലേഴ്സിന് വരുത്താതിരിക്കാം, അവർ വരുത്തില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ഇത്ര വലിയ പിഴയും ശിക്ഷയും അനുഭവിക്കാൻ ഒരു കച്ചവടക്കാരും തയ്യാറാവില്ല. പക്ഷേ ഇവിടെ വാക്കേഴ്സ് കച്ചവടക്കാർ കുറേ ഉണ്ട്, നടന്നു വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഓരോ ജംഗ്ഷനിൽ പോയി നോക്കിയാലും അവിടെ പാൻ മസാല വിൽക്കുന്ന മുഴുവൻ മറുനാടുകാരാണ്. ആ മറുനാടുകാരിൽ മുഴുവൻ എന്തൊക്കെയുണ്ട്? ഈ ഗുഡ്ക മാത്രമാണോ? അതല്ല, ഇത് എക്സോ ബീസ് എന്നും പറഞ്ഞാൽ അതുപോലുള്ള ചൗബീസ് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മളൊക്കെ ഒന്ന് വായിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തലറങ്ങി വീഴും അവിടെ. അപ്പോൾ അത്തരം ഇവിടെ വിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ആരാ? ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇത് എവിടെ വിൽക്കുന്നുണ്ട് അവരെ കണ്ടുപിടിച്ച് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കേരള വ്യാപാരി വ്യവസായ സംഘടന മുഖപത്രത്തിൻ്റെ ഇത്തവണത്തെ എഡിറ്റോറിയൽ തന്നെ അതാ. ഈ പാൻ മസാലയും കൊടുക്കുകയും ഈ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്.
ശ്രീ ഇബ്രാഹിം, കേരളത്തിലെത്തുന്ന അന്യസംസ്ഥാന വടക്കേ ഇന്ത്യക്കാരുടെയും അന്യസംസ്ഥാനക്കാരുടെയും ഇടയിൽ ഏതാണ്ട് 90%-ലധികം പേര് ഇത് ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് 10%-ലധികം എത്തി നിൽക്കുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ നടന്നു വിൽക്കുന്നവർക്കോ ഏതെങ്കിലും പെട്ടിക്കടകൾ വഴി വിതരണം ചെയ്യുന്നവർക്കോ മാത്രമായി ഈ 10% ഇത് എത്തിക്കാൻ കഴിയുമോ? പ്രധാനമായും വ്യാപാരി വ്യവസായികൾ അടക്കമുള്ളവർ ഇതിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ വലിയൊരു അംശം വിൽപ്പന കുറയില്ലേ? 10% കേരളത്തിൻ്റെ ജനങ്ങളിൽ ഏതാണ്ട് 25% ആളുകൾ ഇപ്പോൾ ഇത് മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നവരാണ്. കാരണം നമുക്കറിയാം ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ, ഞാനൊരു കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ കയറിയപ്പോൾ 1 മിനിറ്റ് ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷ കൊണ്ട് നിർത്തിയത് ഒരു പാൻ കടയുടെ മുമ്പിലാണ്. 10 രൂപ കൊടുത്ത ഒരു പാക്കറ്റ് വാങ്ങിച്ച് പുള്ളി വായിലേക്ക് ഇട്ടുന്നുണ്ട്. ഇവിടെ എല്ലാ മേഖലയിലും ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ അഡിക്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു വിഭാഗത്തെ മാത്രം എടുത്ത് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും പറയാറുണ്ട്, പുകയില അല്ലെങ്കിൽ പുകവലിക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു ചെറുപ്പക്കാരുടെ ഇടയിലെന്ന്. പുകവലി ഉപേക്ഷിച്ചവർ ഏതാണ്ട് അതേ മടങ്ങ് തന്നെ ഇത്തരം ഈ ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളിലേക്കോ പാൻ മസാലകളിലേക്കോ ഗുഡ്കകളിലേക്കൊക്കെ മടങ്ങിപ്പോയി കുറച്ചുകൂടി പെട്ടെന്ന് അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥ ഉണ്ടാക്കാവുന്ന ഒരു ലഹരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അത് വളരെ ശരിയാണ്. അതിന് കാരണം പലതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് ബാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പുക വലിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവർ ഈ പുകയില്ലാത്ത പുകയില ഉൽപ്പന്നങ്ങൾ, അതായത് ഇപ്പോൾ സ്മോക്ക്ലെസ് ടുബാക്കോയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തന്നെ പല പഠനങ്ങളും കാണിക്കുന്നത് കുട്ടികൾ പോലും ഒരുപാട് പേര് ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാറിയിരിക്കുകയാണ്. പുക വലിക്കുന്ന ആളുകൾ തന്നെ പുക നിർത്തിയതിന് ശേഷം ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോഴത്തെ അവസാനത്തെ കണക്ക് 2009-2010 അവസാനത്തെ കണക്ക് സൂചിപ്പിക്കുന്നത്. ആ കണക്കനുസരിച്ച് ഇത്തരം ഉൽപ്പന്നങ്ങൾ, അതായത് സ്മോക്ക്ലെസ് ടുബാക്കോ ഉപയോഗിക്കുന്നത് കേരളത്തിൽ സ്ത്രീകളുടെ ഇടയിൽ 8.5%, പുരുഷന്മാരുടെ ഇടയിൽ 13.5%. അതായത് 15 വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെ ഇടയിലുള്ള കണക്കാണ്. അതേസമയം തന്നെ പുകവലിക്കുന്നവരുടെ എണ്ണമാണെങ്കിൽ 28.5% പുരുഷന്മാർ പുകവലിക്കുന്നവരാണ്. സ്ത്രീകൾ വളരെ കുറവാണ്. 0.4% ആളുകൾ മാത്രമേ സ്ത്രീകൾ മാത്രമേ പുകവലിക്കുന്നവരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളാണ് കൂടിക്കൂടി വരുന്നത്. അത് മാത്രമല്ല, പല പഠനങ്ങൾ, ഉദാഹരണത്തിന് ക്ഷയരോഗം വന്ന ആളുകൾ നമ്മൾ പുകവലി നിർത്തണം എന്ന് പറഞ്ഞു. ഞങ്ങളൊരു പഠനം കാണിക്കുന്നത് പുകവലി നിർത്തണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് അവരോട് പറയാത്തതുകൊണ്ട് തന്നെ അവർ പുകവലി നിർത്തിയിട്ട് മറ്റുൽപ്പന്നങ്ങളിലോട്ട് മാറുന്നു. ഈ പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ലങ് ക്യാൻസറിൻ്റെ പഠനമോ അല്ലെങ്കിൽ നിയമപരമായ മുന്നറിയിപ്പ് പൊതുസ്ഥലങ്ങളിൽ നിരോധിച്ചുകൊണ്ട് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് പുറകോട്ട് പോവുകയും ഒക്കെ ചെയ്ത ക്യാമ്പയിൻ ഒരുപാടുണ്ടായി. പക്ഷേ ഇത്തരം പാൻ മസാലകളുടെ വിപണി ആരും കാണാതെ പോയി എന്നുള്ളതൊരു സത്യമല്ലേ? കാരണം കുപ്പിച്ചില്ലുകൾ വരെ നിറച്ച പാൻ ഉൽപ്പന്നങ്ങൾ വരെ വിപണിയിലുണ്ട്. അതും വളരെ 12-13 വയസ്സുള്ള ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരെയാണ് ഇത് ഏറ്റവും പെട്ടെന്ന് ടാർഗറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഈ സോഷ്യൽ വർക്കേഴ്സോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരൊക്കെ കുറച്ച് വൈകിപ്പോയി ഇത് കാണാനെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണോ? അതൊരു യാഥാർത്ഥ്യമാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യ ഫലങ്ങൾ തീർച്ചയായിട്ടും ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് വളരെ വൈകി മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിന് കാരണം ഈ ടുബാക്കോ ആയിട്ടുള്ള എല്ലാ ഗവേഷണങ്ങളും വികസിത രാജ്യങ്ങളിലാണ് നടക്കുന്നത്. അവിടെയെല്ലാം തന്നെ പുകവലിയാണ് പ്രധാനം, പ്രത്യേകിച്ച് സിഗരറ്റാണ് കൂടുതൽ. നമ്മുടെ രാജ്യത്താണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ സ്മോക്ക്ലെസ് ടുബാക്കോ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 270 മില്യൺ ആളുകളാണ് ഇന്ത്യയിൽ പുകയില ഉപയോഗിക്കുന്നത്. 277 കോടി. അതിൽ 80% ആളുകളും ഇത്തരം സ്മോക്ക്ലെസ് ടുബാക്കോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഇത്തരം ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഗവേഷണങ്ങൾ വളരെ കുറവാണ്. കാരണം ഇത്തരം ഗവേഷണങ്ങളെല്ലാം നമുക്കറിയാമല്ലോ, വികസിത രാജ്യങ്ങളിലാണ് ഗവേഷണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾക്കെതിരായിട്ടുള്ള ഗവേഷണങ്ങൾ, ഇതുകൊണ്ടുണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പഠിക്കാനുള്ള സാവകാശം നമുക്കുണ്ടായിട്ടുള്ള വളരെ കുറച്ച് മാത്രമേ അത്തരം ഗവേഷണങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ളൂ. ഈ ലഹരിക്ക് അടിമപ്പെടൽ ഒരു തരത്തിൽ എയർ ബബിൾ പോലാണെന്ന് പലരും പറയാറുണ്ട്. കാരണം ഒരു ഭാഗത്ത് ഇത് അമർത്തി വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രീതിയിലോ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെയോ ഇതിൽ അടിമപ്പെട്ടവർ സ്വാംശീകരിച്ച് വഴിക്ക് പോകാറുണ്ടെന്നുള്ളത്. ഇപ്പം പുകയില ഉൽപ്പന്നങ്ങൾ ഈ രീതിയിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ തന്നെ വളരെ ഫലപ്രദമായിട്ട് എല്ലാ പഴുതുകളും അടയ്ക്കാതെയുള്ള ഒരു താൽക്കാലിക നിരോധനമോ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം നിയന്ത്രണങ്ങൾ കൊണ്ടോ അത് ഫലപ്രദമാകുമോ? ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഏത് നിരോധനവും ഒരു പരിധിവരെ വിജയിക്കും.
പൂർണ്ണമായിട്ടും വിജയിക്കില്ലായിരിക്കും. പൂർണ്ണമായിട്ട് വിജയിക്കണമെങ്കിൽ ഒരുപാട് മെഷേഴ്സ് നമുക്ക് ആവശ്യമാണ്. അത്തരം മെഷേഴ്സ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരം നിരോധനങ്ങൾ ആവശ്യമാണ്. ഈ നിരോധനങ്ങൾ നടപ്പാക്കാനായിട്ട് എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം. ഇത്തരം വ്യാപാരി വ്യവസായികൾ പോലും ഇതിന് സപ്പോർട്ടായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പോലും ഇതിനെ എതിർക്കാൻ കഴിയുന്നില്ല. കാരണം അത്തരം മാരകമായിട്ടുള്ള പ്രശ്നം. ഉദാഹരണത്തിന് ഇന്ത്യയിലുണ്ടാവുന്ന, കേരളത്തിലുണ്ടാവുന്ന 90% ക്യാൻസറും ഈ സ്മോക്ക്ലെസ് ടുബാക്കോ വഴിയാണ്. 90%. RCCയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നതിൻ്റെ കാരണം എന്താണ്? സ്മോക്ക്ലെസ് ടുബാക്കോ ആണ്. കുട്ടികൾ പോലും ക്യാൻസർ ബാധിച്ച് വരുന്നു. വളരെ ചെറുപ്പത്തിലുള്ള കുട്ടികൾ നമ്മൾ കണ്ടാൽ സങ്കടം വരും. അത്ര ചെറുപ്പത്തിലെ ഈ സ്മോക്ക്ലെസ് ടുബാക്കോ ഉപയോഗിച്ച കുട്ടികൾ ആദ്യം സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്, വായിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിനുശേഷം ക്യാൻസറായിട്ട് വരുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ തടയേണ്ടതല്ലേ? ശ്രീ ഇബ്രാഹിം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട സംശയം, നാളെ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സ്റ്റോക്ക് തന്നെ വിറ്റ് തീരുന്നത് നിയമവിരുദ്ധമായിട്ട് വേണമെങ്കിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടാം. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് വരിക, അതിൻ്റെ പേരിൽ വ്യാപാരികളുടെ പ്രതിഷേധമുണ്ടാവുക. എങ്ങനെയായിരിക്കും ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക? സ്വമേധയാ ഒരു സഹകരണം മുഴുവൻ കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നും ഇതിന് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ല, ഉറപ്പിക്കാൻ പറ്റണം. കാരണം ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ എറണാകുളം പരിസരത്തുള്ളൊരു സ്കൂളിൽ 10 വയസ്സുള്ള കുട്ടികൾ, അതിൽ കുട്ടികൾ ചില പ്രശ്നമുണ്ടായി. അവരെ ഗാർഡിയൻസിനെ വിളിപ്പിച്ചപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, കുട്ടികളുടെ ഷോക്സിൻ്റെ ഉള്ളിൽ കാലിൻ്റെ അവിടെ പൊട്ടിച്ചിട്ട് അവിടെ ഈ സാധനം വെക്കുക. അതാ പിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ദൂഷ്യം എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കലാണ് ഇതിനകത്ത് ഏറ്റവും ചെയ്യാവുന്ന വലിയൊരു കാര്യം. അവയർനെസ് കൊടുത്തുകൊണ്ട് ഇത് സ്വയം അവർ ഉപയോഗിക്കാതിരിക്കാനും ഉപയോഗിപ്പിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇപ്പോൾ പാലക്കാട് നിന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ മുഴുവൻ കത്തിച്ചു എന്ന വാർത്തയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് കമ്പനികൾ തിരിച്ചെടുക്കാൻ നിർബന്ധിതരാകണം. അല്ലാതെ അത് വിറ്റ് തീരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് എവിടം വരെ എത്തും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കമ്പനികൾ തിരിച്ചെടുക്കാനുള്ള ഒരു കാര്യം, ഭക്ഷ്യസുരക്ഷയുടെ ആ നിയമത്തിൻ്റെ പ്രാബല്യം ചൂട് പിടിച്ചുകൊണ്ടാണ് ഈ നിരോധനം നടപ്പായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉൽപ്പാദകർ കോടതിയെ സമീപിക്കാനൊക്കെ സാധ്യതയുണ്ട്. പൂർണ്ണമായ ഒരു നിയമപ്രാബല്യം ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വരുത്താൻ കഴിയുമോ, അതോ നിയമപരമായി ഇത് നിലനിൽക്കില്ല എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകുമോ? അത് നമ്മൾ എങ്ങനെ ഇത് കോടതിയിൽ ബാധിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കുന്നത്. തീർച്ചയായിട്ടും കോടതി ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാനാണ് സാധ്യത. കാരണം ഇത്രയും മാരകമായിട്ടുള്ള പ്രശ്നം, ലോകത്തിലെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവെൻറ്റബിൾ ഡിസീസ് എന്ന് പറയുന്നത് ടുബാക്കോ യൂസാണ്. നമ്പർ 1. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ സെഷൻ നടത്തിയിരുന്നു ക്രോണിക് ഡിസീസ് കൺട്രോളിന് വേണ്ടി. ആ സെഷനിൽ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ടുബാക്കോ കൺട്രോളാണ്. കാരണം അത്രയും രോഗങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചത് 15 കോടിയുടെ കാര്യം പറഞ്ഞു. 15 കോടി നമ്മൾ ഗവൺമെൻറ് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15-ന് എത്രയോ ഇരട്ടി കോടി ഈ രോഗികളെ ചികിത്സിക്കുന്നതിന് നമുക്ക് ലാഭിക്കാൻ കഴിയും. അതുപോലെ ജനങ്ങൾക്ക് എത്രയോ കോടി ലാഭിക്കാൻ കഴിയും. അതിന് ഒരുപാട് കണക്കുകളുണ്ട്. അതുകൊണ്ട് 15 കോടി നമ്മൾ 150-200 കോടി ലാഭിക്കുന്നതിന് 15 കോടി ഒന്നുമല്ല. അത് വളരെ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി.